ഇല്ല, വായിച്ചിട്ടില്ല. എനിക്കിങ്ങനെ അറിയായിരുന്നു, ജസ്റ്റ് ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള നോളജാണ്. അയ്യോ, അടിപൊളിയായിരുന്നു. ശരിക്കും എടുത്തു പറയാനാണ്, അത് അടിപൊളിയായിരുന്നു. നമുക്ക് പഴയ മാഷിനെയൊക്കെ ഓർമ്മ വരും. സാറിൻ്റെ ഒരു ഡീറ്റെയിൽ ഇച്ചിരി കൂടി പോയിരുന്നു, സമയം ഇത്തിരി കൂടിപ്പോയി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് നല്ല പടം ഓട്ടം. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഇച്ചിരി സ്പീഡൊക്കെ ആയിട്ടുണ്ട് പടം. ഇൻ്റർവ്യൂ വരെ ഡബിൾ മോഹൻ നായകനെ എന്ന ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഇച്ചിരി സമയം കൂടുതലെടുത്തു. വേറെ കുഴപ്പമൊന്നുമില്ല. പടം നോവലൊക്കെ പോലെ തന്നെ ശരിയായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. പൃഥ്വിരാജ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയുന്നത് ഷമ്മിത്തിലെ ഉഗ്രൻ റോളാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഷമ്മിത്തിൽ ചെയ്തിട്ടുണ്ട്. ഉഗ്രൻ പടം, കുഴപ്പമില്ല. ഒരു ആക്ഷൻ ബേസ്ഡ് പടമാണ്. അവസാനത്തെ ആക്ഷനൊക്കെ അടിപൊളിയാണ്, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നല്ല പടമാണ്, വെരി നൈസ് മൂവി, മസ്റ്റ് വാച്ച് ആണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിലും ആക്ഷനുണ്ട്, ഫാമിലി ഓറിയൻറ്റഡുമാണ്. കംപ്ലീറ്റ്ലി അങ്ങനെയാണോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും വിഷ്വലി നമുക്ക് നല്ലോണം നമ്മളെ ഇരുത്തിക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. റിലേറ്റഡ് ആണ്, ഇല്ല എന്നല്ല, ഫാമിലിക്ക് കാണാൻ പറ്റിയ ഷമ്മിതിലകനും പൃഥ്വിരാജും നല്ല കോംബോ ആണ്. പലപ്പോഴും നമുക്ക് തിലകൻ സാറിനെ ഓർമ്മ വരുന്ന പല ഘട്ടങ്ങളും അതിലുണ്ട്. വളരെ പീക്കാണോ എന്ന് നമുക്കറിയില്ല, പക്ഷേ നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്കതിൽ കണ്ടത്. യെസ്, കംപ്ലീറ്റ്ലി എൻഗേജിങ് ആണ്. ഞാനെൻ്റെ മോനായിട്ടാണ് വന്നത്, അപ്പോൾ അവന് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാർക്കും അത് ഇഷ്ടമാവും എന്നുള്ളത്. സിനിമയിലെ ലാംഗ്വേജ് എപ്പോഴെങ്കിലും മടുപ്പിക്കുന്നതായിട്ട് തോന്നിയായിരുന്നോ? ഇല്ല, അത് ഇല്ല, മടുപ്പിക്കുന്നതായിട്ടൊന്നും തോന്നില്ല. അത് നല്ല ഗ്രിപ്പിംഗ് ആണ്. അത് നമുക്ക് അങ്ങനെ ഒരു ലാഗോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മടുപ്പ് അങ്ങനെയൊന്നുമില്ല. കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവിയാണ്. വൺ ടൈം തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. നോവലിനെയൊക്കെ ബേസ് ചെയ്ത് അങ്ങനൊരു ഇത് പ്രതീക്ഷ കാണേണ്ട ഒരു മൂവി ഇല്ല. കുറേ കൂടിയൊക്കെ സീൻസൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ മൂവി. പിന്നെ ഷമ്മി തിലകൻ്റെ അഭിനയം എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ നായികയുടെ പ്രാധാന്യം ഉണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പെർഫോമൻസ് വൈസൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഒരു പ്രതീക്ഷിച്ച ഒരു എഫക്റ്റ് കിട്ടിയായിരുന്നോ പടത്തിന്? ഇല്ല, ഹൈപ്പിനുള്ളൊരു മൂവി ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ബെസ്റ്റിൽ അങ്ങനെ തോന്നിയില്ല. ഇപ്പോൾ ഈ ഓഡിയൻസൊക്കെ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ആ തിയേറ്ററിൽ അങ്ങനെ ഒരു ഓളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചൊരു എഫക്റ്റ് കിട്ടിയായിരുന്നോ പടം കണ്ടിട്ട്? പടം ഷമ്മീത്തിലെ പെർഫോമൻസ് കൊണ്ട് വാച്ചബിളായിട്ട് വന്നിട്ടുള്ളതാണ്. നല്ല കണ്ടൻറ്റായിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലായി, ആ കഥ ഡീറ്റെയിലിംഗ് കുറച്ചധികമായതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടെന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷേ ടെക്നിക്കലി അടിപൊളിയാണ്. ക്യാമറ വർക്കും ലൊക്കേഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഷമ്മീത്തിൽ